ഹലോ ഫ്രണ്ട്സ്, math.comൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ഡയഗ്രാമത്തിനെ കുറിച്ചും സെറ്റുകളുടെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. എന്തായിരിക്കും വെൻ ഡയഗ്രാംസ്, ഓപ്പറേഷൻസ്, സെറ്റുകളുടെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് വെൻ ഡയഗ്രാംസ്? വെൻ ഡയഗ്രാംസ് ആർ ദി ഡയഗ്രാംസ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ്. അതായത് സെറ്റുകളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയഗ്രാംസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഡയഗ്രാമത്തിനാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ വെൻ ഡയഗ്രാമത്തിൽ നമ്മൾ മെയിൻലി റെക്റ്റാങ്കിൾസും ക്ലോസ്ഡ് കർവ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അതായത് ഇവിടെ ക്ലോസ്ഡ് കർവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിൻലി സർക്കിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾസും ക്ലോസ്ഡ് കർവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സബ്സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിരിക്കുന്നത് സെറ്റ് 1, 2, 3 up to 10 വരെയാണ്. എ എന്ന് പറയുന്നത് 2, 4, 6, 8 and 10. എന്താ തന്നിരിക്കുന്നത്? ഒരു യൂണിവേഴ്സൽ സെറ്റും തന്നിട്ടുണ്ട്, അതിന് ഒരു സബ്സെറ്റ് എയും തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം? വെൻ ഡയഗ്രാം ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്താണ് വെൻ ഡയഗ്രാം എന്ന്. അപ്പോൾ ഈ സെറ്റുകളുടെ എലമെൻറ്റ്സിനെ നമ്മൾ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിൽ അതിലെ എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണ്? 1, 2 up to 10 വരെ നമ്മൾ എഴുതി. അതായത് ആ റെക്റ്റാങ്കിളാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റുകളൊക്കെ എഴുതുക, മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് അടുത്ത് തന്നിട്ടുണ്ട്. സെറ്റ് ഫോൾ 2, 4, 6, 8 and 10. അപ്പോൾ ഇതിൽ ഈ യൂണിവേഴ്സൽ സെറ്റിൽ ഓൾറെഡി എന്തുണ്ട്? 1 തൊട്ട് 10 വരെയുള്ള എലമെൻറ്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ സബ്സെറ്റിൽ നമ്മൾ സർക്കിൾ വെച്ച് വരയ്ക്കുക. ആ സർക്കിളിൽ എയിലുള്ള എലമെൻറ്റുകളും വേണം. എയിലുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8 and 10. അപ്പോൾ ആ സർക്കിളിൻ്റെ ഉള്ളിൽ വേണം ഈ 2ഉം 4ഉം 6ഉം 8ഉം 10ഉം ഇൻക്ലൂഡ് ചെയ്യിക്കാൻ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലും ഈ എല്ലാ എലമെൻറ്റുകളുണ്ട്. ഇനി എയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ 2ഉം 4ഉം 6ഉം 8ഉം 10ഉം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഏതൊക്കെയാണ് 1 to etc. എല്ലാ എലമെൻറ്റുകളും യൂണിവേഴ്സൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എയിലുള്ള എലമെൻറ്റുകൾ മാത്രം ആ സർക്കിളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വെൻ ഡയഗ്രാമത്തിൻ്റെ ഫോം എന്ന് പറയുന്നത്. നമുക്ക് സെറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവുന്നത് ഡയഗ്രാം വെച്ച് പഠിക്കുമ്പോഴാണ്. ഓക്കെ, ഇനി സെറ്റുകളുടെ ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അതായത് ഇപ്പോൾ എന്താണ് ഓപ്പറേഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മെയിൻലി മാത്തമാറ്റിക്സിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് സാധാരണ യൂസ് ചെയ്യുക? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ സെറ്റുകളെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ത് ഓപ്പറേഷനാണെന്ന് നോക്കാം. യൂണിയൻ ഓഫ് സെറ്റ്സ്. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്? സെറ്റുകളുടെ യൂണിയൻ. അതായത് ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്സ്. ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ഇൻ ബി. എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബി രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. ആ സെറ്റുകളുടെ യൂണിയൻ നമുക്ക് കണ്ടുപിടിക്കണം. യൂണിയൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂണിയൻ എന്ന് പറഞ്ഞാൽ എയും ബിയും നമ്മൾ കൂട്ടി എഴുതുക. അതാണ് യൂണിയൻ. അതിൻ്റെ ആ വേർഡിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എന്താ പറഞ്ഞിരിക്കുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നെയാണ്. ആ സെറ്റിൽ എങ്ങനെയുള്ള എലമെൻറ്റുകളാണ് വരിക? സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് ആ എക്സ് എങ്ങനെയുള്ള എക്സുകളായിരിക്കണം? ഒന്നല്ലെങ്കിൽ അത് എയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിനെയും ബിയിനും നമ്മൾ കൂട്ടി എഴുതാണ്. അതിലുള്ള എലമെൻറ്റുകൾ എയിലുള്ള എലമെൻറ്റുകളോ അല്ലെങ്കിൽ ബിയിലുള്ള എലമെൻറ്റുകളോ ആയിരിക്കണം. എയിലും ബിയിലും എല്ലാ എലമെൻറ്റുകളും ഇൻക്ലൂഡ് ചെയ്യണം. ഓൾ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ഇൻ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ യൂണിയൻ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യു പോലൊരു സിമ്പിൾ. ഈ സിമ്പിളാണ് നമ്മൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. യു പോലുള്ളൊരു സിമ്പിൾ, യു പോലെയാണ്, യു അല്ലത്. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബിന് ഇതിന് നമ്മൾ എ യൂണിയൻ ബി ഇങ്ങനെയാണ് വായിക്കുക. എ യൂണിയൻ ബി.
ഈ സിമ്പിളിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എ യൂണിയൻ ബി എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബിയിലുള്ള എലമെൻറ്റുകൾ എങ്ങനെയുള്ള എലമെൻ്റ് ആയിരിക്കണം? എയിലുള്ള എലമെൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യണം, ബിയിലുള്ള എലമെൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റിൽ 2 എലമെൻറ്റുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എഴുതാറില്ല. അതുപോലെ തന്നെ എയിലും ബിയിലും ഇപ്പോൾ കോമൺ ആയിട്ട് എലമെൻറ്റുകൾ ഉണ്ട്, അതിന് ഒരു തവണ എഴുതിയാൽ മതി, റിപ്പീറ്റ് ആയിട്ട് 2 വട്ടം എഴുതേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2, 4, 6 ആൻഡ് 8 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 6, 8, 10 ആൻഡ് 12. ഇനി എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറയാണ്. എ യൂണിയൻ ബി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2 എലമെൻറ്റുകൾ നോക്കണം. അപ്പോൾ നമ്മളൊരു സെറ്റ് ഓപ്പൺ ചെയ്തു, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, എയിലും ബിയിലും എല്ലാ എലമെൻറ്റുകളും എഴുതണം. അപ്പോൾ 2 എഴുതി, 4 എഴുതി, 6 എഴുതി, 8 എഴുതി. ഇനി ബിയിലെ എലമെൻറ്റുകൾ നോക്കുക. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മൾ ആദ്യം എഴുതി. ഇനി ആദ്യം ബിയിലുള്ള എലമെൻറ്റുകൾ എഴുതി വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എഴുതി. ഇനി നെക്സ്റ്റ് ബിയിൽ വീണ്ടും 6ഉം 8ഉം വരുന്നുണ്ട്. പക്ഷെ അത് എഴുതേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 10ഉം 12ഉം. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഏതൊക്കെ എലമെൻറ്റുകളാണ് വരുന്നത്? സെറ്റ് ഓഫ് ഓൾ 2, 4, 6, 8, 10 ആൻഡ് 12. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ, ഇ, ഐ, ഒ, യു, അതായത് വവൽസിൻ്റെ കളക്ഷൻസ് ആണ് എ എന്ന് പറയുന്നത്. ആൻഡ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ, ഐ ആൻഡ് യു. ഓക്കെ, അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ആദ്യം എഴുതുക. ആദ്യം ബിയിലുള്ള എലമെൻറ്റുകൾ എഴുതി വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു എളുപ്പത്തിനുണ്ട്, നമ്മൾ എയിലുള്ള എലമെൻറ്റുകൾ എഴുതി, എല്ലാ എലമെൻറ്റുകളും എഴുതി. ഇനി ബിയിലുള്ള എലമെൻറ്റുകൾ നോക്കുക. എ എന്നുള്ള എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എ ഓൾറെഡി എ യൂണിയൻ ബിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അടുത്തത് ഐ എഴുതിയിട്ടുണ്ട്, അത് എഴുതേണ്ട കാര്യമില്ല. യു എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന സെറ്റ് എ, ഇ, ഐ, ഒ, യു തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിയും എ എന്ന് നോക്കുക. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് അല്ലേ? അതെ, കാരണം ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും എയിലുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഏതെങ്കിലും ഒരു സെറ്റ് വേറൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ആയിരിക്കും. അതായത് ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ 2 സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ലാർജസ്റ്റ് സെറ്റ്, അതായത് സൂപ്പർ സെറ്റ്. ബി സബ്സെറ്റ് ഓഫ് എ അല്ല, അപ്പോൾ ലാർജസ്റ്റ് ഏതാണ്? എ ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിയതാണ്, വലിയ സെറ്റാണ്. 2 എലമെൻറ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് വേറൊതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ യൂണിയൻ ചെയ്യുമ്പോൾ സൂപ്പർ സെറ്റ്, അതായത് വലിയ സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. യൂണിയൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. ഏത് 2 സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എ യൂണിയൻ ബി ചെയ്തതും ബി യൂണിയൻ എ ചെയ്യുന്നതും ഈക്വൽ ആണ്. ഈ ലോയിനെ നമുക്ക്, ഈ പ്രോപ്പർട്ടീനെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 സെറ്റുകൾ എയും ബിയും സി എടുക്കുക. ഇതിൽ ആദ്യം നമ്മൾ എ യൂണിയൻ ബി ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സെറ്റ് കിട്ടും, അതിനോട് സി ഓപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എ യൂണിയൻ, അതായത് ബി യൂണിയൻ സി ആദ്യം ഓപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അത് എ യു ആയിട്ട് യൂണിയൻ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സിനോട് ഈക്വൽ ആണ്. ഈ പ്രോപ്പർട്ടിനെ നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയും. ഇനി എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ, അതായത് ഒരു സെറ്റ് എ ഫൈനോട് യൂണിയൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ തന്നെയായിരിക്കും. ഈ ലോയിനെയാണ് ലോ ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എ യൂണിയൻ എ എന്ന് പറയുന്നത് എ. ഏതൊരു സെറ്റ് അതിനോട് തന്നെ യൂണിയൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ആ സെറ്റ് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ ഈ ലോയെയാണ് നമ്മൾ എ യൂണിയൻ എ ഈക്വൽ ടു എ, ഈ ലോയെയാണ് നമ്മൾ ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ യൂണിയൻ എ. ഒരു യൂണിവേഴ്സൽ സെറ്റ് ഒരു സെറ്റ് എയോട് യൂണിയൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഏത് സെറ്റ് ആയിരിക്കും കിട്ടുക? യു തന്നെയായിരിക്കും കിട്ടുക. ഈ ലോയാണ് നമ്മൾ ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാൻ കാരണം. അതായത് എ എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ഒരു സെറ്റ് വേറൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, അതിന് യൂണിയൻ ചെയ്ത ലാർജ് സെറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ യൂണിയൻ എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യു തന്നെയാണ്. ഇനി ഇതൊക്കെ
ഈ വെൻ ഡയഗ്രാം വെച്ച് പറയട്ടെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നിങ്ങൾ ഒന്ന് വരച്ച് നോക്കി നോക്കുക, എളുപ്പമാണ്. വെൻ ഡയഗ്രാമത്തിൽ വലിയ സെറ്റുകളെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ റെക്റ്റാങ്കിൾ വെച്ചിട്ട് വരയ്ക്കുക, സബ്സെറ്റിനെ സർക്കിൾ വെച്ച് വരച്ചിക്കുക, എന്നിട്ട് കുറച്ച് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കി നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. എന്തായിരിക്കും ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ? രണ്ട് സെറ്റുകളെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അതായത് രണ്ട് സെറ്റ് എയും ബി രണ്ട് സെറ്റുകൾ എടുത്തു, അതിൻ്റെ ഇൻ്റർസെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു ബോത്ത് എ ആൻഡ് ബി. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നത് എലമെൻറ്റുകളെയാണ് നമ്മൾ ഇൻ്റർസെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി, അതായത് രണ്ട് സെറ്റുകളെ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരേണ്ട എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ആ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകളായിരിക്കണം ആ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. യൂണിയൻ്റെ കേസിൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്നാണ്. അതായത് യൂണിയനിലാകുമ്പോൾ ആ എലമെൻറ്റ് ഏതെങ്കിലും ഒരു സെറ്റിൽ ഉണ്ടായാൽ മതി, ആ എലമെൻറ്റ് നമുക്ക് യൂണിയനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. പക്ഷേ ഇൻ്റർസെക്ഷൻ്റെ കേസിൽ രണ്ട് സെറ്റിലും ആ എലമെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിയൻ്റെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സി സിമ്പിളാണ് നമ്മൾ ഇൻ്റർസെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ 2, 4, 6, 8 ആൻഡ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ 6, 8, 10 ആൻഡ് 12. ഇനി ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ, രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്ക്? 6ഉം 8ഉം അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെറ്റിൽ വരുന്നത് 6 ആൻഡ് 8. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2, 3 അപ് ടു 10 വരെ ആൻഡ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 2, 3, 5 ആൻഡ് 7. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കുക. അത് ഏതൊക്കെയാണ് വരുന്നത്? രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്നത് 2, 3, 5 ആൻഡ് 7. ഈ 2, 3, 5 ആൻഡ് 7 ഏത് തന്നെയാണ്? ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നെയല്ലേ? നോക്കൂ, എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എയും ബി ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സെറ്റ് ബി തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണോ? തീർച്ചയായിട്ടും സബ്സെറ്റ് ആണ്, കാരണം ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും എയിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഏതെങ്കിലും, ഇപ്പോൾ യൂണിയനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർസെക്ഷനിലും ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൽ ചെറിയ സെറ്റായിരിക്കും, സബ്സെറ്റായി കിട്ടിയ സെറ്റായിരിക്കും നമ്മുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ജനറലി രണ്ട് സെറ്റ് എ ബി തന്നിട്ടുണ്ട്. ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ, ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആൻഡ് ദെൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും, ചെറിയ സെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ യൂണിയൻ്റെ കേസിലാണെങ്കിൽ ലാർജ് സെറ്റ്, ഒരു സബ്സെറ്റ് ആണെങ്കിൽ കിട്ടുന്നത്, യൂണിയൻ ചെയ്താൽ കിട്ടുന്നത് ലാർജ് സെറ്റ്, ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ചെറിയ സെറ്റ്. കാരണം രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണല്ലോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇൻ്റർസെക്ഷൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. യൂണിയൻ്റെ കേസിൽ പറഞ്ഞ സെയിം തന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ, ഇൻ്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇവിടെ എയും ബിയും സി ഒക്കെ സെറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ അസോസിയേറ്റീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഫൈ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഫൈ ആണ്. കാരണം എന്താണ്? ഫൈ എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു എലമെൻറ്റുകളും ഇല്ല. ഇനി എ എന്ന് പറഞ്ഞ വേറെ ഏതോ ഒരു സെറ്റ് എടുത്തു, അപ്പോൾ ഒരു എലമെൻറ്റുകളില്ലാത്ത സെറ്റും ആ സെറ്റും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു എലമെൻറ്റുകൾ ഉണ്ടാവില്ലല്ലോ, കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്നത് ഫൈ തന്നെയാണ്. ഇതിനെ ലോ ഓഫ് ഫൈ എന്ന് പറയും. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ തന്നെയാണ് ആണല്ലോ. അപ്പോൾ ഇതിനെ ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. ഇനി ഐഡംപൊട്ടൻറ്റ് ലോ ഇൻ്റർസെക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതൊരു സെറ്റിനും അതിനോട് തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെറ്റ് തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് ഐഡംപൊട്ടൻറ്റ് ലോ. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? ഇവിടെ യൂണിയൻ ഇൻ്റർസെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. എയും ബിയും സിയും മൂന്ന് സെറ്റുകൾ എടുക്കുക, എന്നിട്ട് നമ്മൾ ആദ്യം ബി യൂണിയൻ സി, പി യൂണിയൻ സി കണ്ടുപിടിക്കുക. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പുറത്തുള്ളത് ചെയ്യുക. അപ്പോൾ ബി യൂണിയൻ സി ആദ്യം കണ്ടുപിടിക്കുക, ആ സെറ്റിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കുക. എന്നിട്ട്
എയുമായിട്ട് ആ സെറ്റിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്തിനോട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് മാറ്റി വെക്കുക. യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞൊരു സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ സിയും കണ്ടുപിടിക്കുക. രണ്ട് ബ്രാക്കറ്റിലുണ്ടല്ലോ, അതിനെ യൂണിയൻ ചെയ്ത് എഴുതുക. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. യൂണിയൻ ഇൻ്റർസെക്ഷനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. അതുപോലെ തന്നെ നമുക്ക് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സിനെ നമുക്ക് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് തിരിച്ചു എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ യൂണിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതലോ ഡിസ്ട്രിബ്യൂട്ടീവിലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വെൻ ഡയഗ്രാം വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഏതെങ്കിലും രണ്ട് സെറ്റ് എടുക്കുക, അതിനൊരു എക്സാമ്പിൾ എടുക്കുക, സിമ്പിൾ സെറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ വെൻ ഡയഗ്രാം വരച്ചു വെക്കുക. അപ്പോൾ വെൻ ഡയഗ്രാം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇനി യൂണിയൻ്റെ ഇൻ്റർസെക്ഷൻ്റെയും വെൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും നോക്കുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കുക. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, രണ്ട് സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. എന്നിട്ട് യൂണിയൻ എന്തായിരിക്കും നോക്കുക. ഷെയ്ഡഡ് പോർഷൻസ് നോക്കുക. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എയും ഫുള്ളായിട്ട് വരുന്നുണ്ട്, ബിയും ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നതാണ് എന്ത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷൻ്റെ രണ്ടാമത്തെ ഫിഗർ നോക്കുക. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, എയും ബിയും രണ്ട് സെറ്റുകൾ സർക്കിളിൽ വരച്ചിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും, ആ ഷെയ്ഡഡ് പോർഷൻ നോക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു ഓപ്പറേഷൻ, ഡിഫറൻസ് ഓഫ് സെറ്റ്. സെറ്റുകളുടെ ഡിഫറൻസ്. നോർമലി നമ്മൾ ഡിഫറൻസ് കാണുന്ന പോലെ തന്നെ സെറ്റുകളിൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. The difference of the sets A and B in this order is the set of elements which belongs to A but not to B. എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബി രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ്. അതായത് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എ മൈനസ് ബി. ഡിഫറൻസ് നമ്മൾ മൈനസ് തന്നെയാണ്, സാധാ നോർമൽ മൈനസ് തന്നെ. എയും ബി രണ്ട് സെറ്റുകളാണ്. എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്, ആ സെറ്റുകൾ നമുക്ക് മൈനസ് ചെയ്യണം. എ മൈനസ് ബി ചെയ്യുമ്പോൾ അതിലുള്ള എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ഏതൊരു എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ എലമെൻറ്റ് എയിൽ ഉണ്ടായിരിക്കണം, പക്ഷേ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ സപ്പോസ് എ ഈക്വൽ ടു 1 2 3 4 5 and 6 ആൻഡ് ബി എന്ന് പറയുന്നത് 2 4 6 and 8. ഇനി എ മൈനസ് ബി കണ്ടുപിടിക്കുക. എയിൽ നിന്ന് ബിനെ മൈനസ് ചെയ്യുക. അപ്പോൾ എയിൽ നിന്ന് ബി നമ്മൾ നോർമലി മൈനസ് ചെയ്യാണ്. എയിൽ നിന്ന് ബിയിലുള്ള എലമെൻറ്റുകളൊന്നും അതിൽ ഉണ്ടാകാൻ പാടില്ല. ബിയിലില്ലാത്ത എയിലുള്ള എലമെൻറ്റുകൾ മാത്രം നോക്കുക. അപ്പോൾ 1 നോക്കുകയാണ്. 1 എ മൈനസ് ബി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, കാരണം അത് ബിയിലില്ല. നെക്സ്റ്റ് 2 നമുക്ക് ഈ എ മൈനസ് ബിയിൽ പറ്റില്ല, കാരണം ബി നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ 2 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 2 ബിയിലുണ്ട്. ഇനി 3 ബിയിലില്ലാത്തതുകൊണ്ട് അത് ഓക്കെയാണ്. 4 ബിയിലുണ്ട്, അപ്പോൾ അത് പറ്റില്ല. 5 ബിയിലില്ല, അപ്പോൾ 5 ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. 6 ബിയിലുണ്ട്, അപ്പോൾ അതിനെ ഔട്ടാക്കണം. അപ്പോൾ 6 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് 1 3 and 5. ഇനി ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബിയിലുള്ള എലമെൻറ്റുകൾ ബട്ട് എയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരിക? ബി എന്ന് പറയുന്നത് 2 4 6 and 8. എ എന്ന് പറയുന്നത് 1 2 3 4 5 6. അപ്പോൾ 2 എന്നൊരു എലമെൻറ്റ് നമ്മൾ ബി മൈനസ് എയിൽ ഉണ്ടാവാൻ പാടില്ല, കാരണം 2 എന്ന് പറയുന്നത് എയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എയിനാണല്ലോ നമ്മൾ കളയുന്നത്. അപ്പോൾ 2 എയിലുള്ള ആ 2 നമുക്ക് ബി മൈനസ് എയിൽ ഉണ്ടാവാൻ പാടില്ല. അടുത്തത് 4 ഉണ്ടാവാൻ പാടില്ല. 6 ഉണ്ടാവാൻ പാടില്ല. 8 എന്ന് പറയുന്നത് എയിലില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ എഴുതാൻ പറ്റും? ബി മൈനസ് എയിൽ സെറ്റ് 8 മാത്രം കിട്ടും. പിന്നെ 1ഉം അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാനേ പാടില്ല, കാരണം ബിയിലില്ലല്ലോ. ബിയിലുള്ളതും എയിലില്ലാത്തതുമാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.